കോഴിക്കോട് വിജിൽ നരഹത്യ കേസ് നമ്മുടെ മുൻപിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ആ കേസിനെ കുറിച്ച്. ഏതായാലും ആ കേസിലെ വെല്ലുവിളി എന്ന് പറയുന്നത് ആ ചതുപ്പിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെയാണ്. ഒന്ന് ഈ പറയുന്ന JCB ഒക്കെ താന്നു പോകുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ ലോങ് ബൂം എക്സ്കവേറ്ററൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. വിവരങ്ങളുമായി ഇപ്പോൾ AK ലതീഷ് കോഴിക്കോട് നിന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എങ്ങനെയാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഈ വിജിൽ തിരോധാന കേസിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മൃതദേഹാവശിഷ്ടം കണ്ടെത്തുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ആ ചതുപ്പിൽ ഈ തിരച്ചിൽ വാഹനങ്ങൾ JCB, ഹിറ്റാച്ചി ഒക്കെ ഇറക്കാൻ വലിയ പാടാണ്. ഈ എന്ത് പോംവഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്? ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരുമെന്ന് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിട്ട് പ്രത്യേക പാതയൊരുക്കി JCB ഇറക്കുമെന്നൊക്കെ കേൾക്കുന്നു. മനു, ആ നിലയിലുള്ള പരിശോധനയാണ് ഇന്ന് നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 2 തവണയായി ഇന്നലെയും മെനയാന്നും തെരച്ചിൽ നടന്നു. അതിനു മുമ്പ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് 2 ആഴ്ച മുമ്പും ഇത്തരത്തിൽ 2 ദിവസം തെരച്ചിൽ നടത്തിയിരുന്നു. ഈ 4 ദിവസത്തെ തെരച്ചിലിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. കാരണം ചതുപ്പാണ്. കഴിഞ്ഞ തവണ പരിശോധിച്ച ഘട്ടത്തിൽ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. ഇന്നലെയും മെനയാന്നുമായാണ് കാര്യമായ തെരച്ചിൽ നടന്നത്. അവിടേക്ക് ഈ ചതുപ്പിലേക്ക് മണ്ണിട്ട് നികത്തിയാണ് ഇപ്പോൾ JCB അല്ലെങ്കിൽ ഹിറ്റാച്ചി അവിടേക്ക് എത്തിക്കുന്നത്. ഇന്നലെ ഹിറ്റാച്ചിയൊക്കെ താന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതുകൊണ്ട് തന്നെ ലോങ് ബൂം എക്സ്കവേറ്റർ, വലിയ എക്സ്കവേറ്റർ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. 10 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 5 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. 2019 മാർച്ചിലാണ് ബ്രൗൺ ഷുഗർ അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്ന് വിജിൽ മരണപ്പെടുന്നത്. തുടർന്ന് വിജിലിൻ്റെ സുഹൃത്തുക്കളായ 3 പേർ ചേർന്ന് മൃതദേഹം ഈ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു, കുഴിച്ചു മൂടുകയായിരുന്നു. എന്തായാലും മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. കാരണം ഇവരുടെ കുറ്റസമ്മത മൊഴി മാത്രമാണ് നിലവിൽ പോലീസിൻ്റെ കൈവശമുള്ളത്. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടത്തുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ DNA പരിശോധന നടത്തി ഈ മൃതദേഹം വിജിലിൻ്റെ തന്നെയാണെന്ന് കൂടി തെളിയിക്കേണ്ടതുണ്ട്. ആ നിലയിൽ ഈ കേസന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ തെളിവ് ശേഖരണം പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൃതദേഹം കണ്ടെത്തുക അല്ലെങ്കിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ്. ആ നിലയിലുള്ള പരിശോധനയാണ് ഇന്ന് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. 5 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇനി 3 ദിവസം, ഇന്നടക്കം 3 ദിവസം കൂടിയാണ് പോലീസിന് മുമ്പിൽ നിലവിലുള്ളത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ നിർണായകമാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മനു.